ഞാനൊരു പാട്ട് കാണുന്നവർക്ക് അറിയാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നാലും പറയാണ്, ഞാനൊരു പാട്ടെഴുത്തുകാരനാണ്. ആദ്യമായിട്ടാണ് അങ്ങനെയല്ല വിനയേട്ടവർ, ത്രികോണ മധ്യേ പറഞ്ഞാ മതി. അതെ, അങ്ങനെ പല പാട്ടുകളും എഴുതി അവസാനം വേറൊരു കുപ്പായത്തിൽ ഒരു തിരക്കഥാകൃത്ത് എന്ന രീതിക്ക് ഇവിടെ നിൽക്കുന്നു. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന് പറഞ്ഞ സീരീസ് ആണ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ സംവിധായകനാണ് ഏറ്റവും ഇടതുവശത്ത് നിൽക്കുന്നത് സുമേഷ്. ഡെബ്യൂ ആണല്ലേ സുമേഷ്? ആദ്യമായിട്ട് അവന്റെ ആദ്യത്തെ തിരക്കഥയാണ്, എന്റെ ആദ്യത്തെ സംവിധാനം. സുമേഷ് ജിത്തു ജോസഫിന്റെ ശിഷ്യനാണ്. ജിത്തു ജോസഫിന്റെ ഒരു 6-7 സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സഞ്ജന ദീപുവാണ് സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിനിലെ 17 വയസ്സുകാരിയായ റോസ്ലിനെ അവതരിപ്പിച്ചുകൊണ്ട്. സഞ്ജന നമ്മുടെ ഫാമിലിയാണ്. അതെ, നമ്മുടെ ഫാമിലിയാണ്. എങ്ങനെയാണെന്നുള്ളത് സഞ്ജന എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മധുമാമ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ അനീത്തിയുടെ ഭർത്താവാണ്. അത് അമ്മായിയുടെ ഭർത്താവ് അതന്നെ അമ്മാവൻ, മാമൻ. മധുമാമ. സാധാരണ മാമൻ എന്ന് പറയുമ്പോ പറയേ അങ്ങനെ വിളിക്കല്ലേ, ചേട്ടൻ മധുചേട്ടൻ നാക്കുന്നു. ഇവിടെ മാത്രമാണ് തിരുത്താതിരുന്നത്. കാരണം അമ്മ ഒറ്റപ്പാലത്തുനിന്നാ, അപ്പൊ പാലക്കാട് സ്റ്റൈലാണ് മാമ എന്നുള്ള വിളി കൂടുതൽ. മധുമാമ എപ്പോഴും വളരെയധികം പ്രൗഡായിട്ട് സഞ്ജനെ കുറിച്ച് പറയും. റോസ്ലിനായിട്ട് നമ്മുടെ സഞ്ജനാണ് അല്ലെ? അതെ അതെ. അപ്പൊ ജെറിയെ കാണുന്നതും പച്ച കണ്ണ് കണ്ടപ്പോ എനിക്ക് പേടി. ലോക്ക്ഡൌൺ സമയത്താണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത്. അന്ന് നമ്മൾ പാട്ട് എഴുത്തൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടില് സിനിമയും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയം. അപ്പൊ സുമേഷ് ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഥ ഉണ്ടെങ്കിൽ പറയൂ എന്നൊക്കെ പറഞ്ഞ് ജിസു സാറിന്റെ ടീമില് ഞാൻ പാട്ടെഴുതും, സുമേഷ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സുമേഷിന് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ സുമേഷ് മിസ്റ്ററി ത്രില്ലർ ഗണത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ഞാൻ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എങ്ങനെയോ ഒരു ദിവസം ഇതിന്റെ ക്ലൈമാക്സ് ആണ് ആദ്യം സ്ട്രൈക്ക് ആവുന്നത്. അതിന്റെ ഒരു ഐഡിയ കിട്ടി. എന്നിട്ട് അന്ന് കർഫ്യൂ ആയതുകൊണ്ട് പുറത്തിറങ്ങാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ സുമേഷിന് ഒരു വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഈ കഥ പറഞ്ഞു. അപ്പൊ അവന് ഇഷ്ടപ്പെട്ടു, ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ഒന്ന് 17 വയസ്സുകാരിയാണ് നമ്മുടെ ലീഡ് റോൾ ചെയ്യുന്നത്. അപ്പൊ 17 വയസ്സുകാരി ഒരു ലീഡ് റോൾ ചെയ്യുന്ന സിനിമകളും സീരീസുകളൊന്നും അങ്ങനെ അധികം കാണാറില്ല. അപ്പൊ അത് ഒന്ന്. 2, പച്ച കണ്ണുകളുള്ള ഒരാളെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ദുസ്വപ്നത്തിൽ നിരന്തരം കാണുന്ന ഒരു പെൺകുട്ടി. പക്ഷെ അയാളുടെ മുഖം അത് ആരാന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ പച്ച കണ്ണുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയോടും പറയുന്നുണ്ട്. പക്ഷെ അച്ഛനമ്മയും പറയുന്നത് ഈ ബുക്ക് വായിച്ച് കിടന്ന് സ്വപ്നം കണ്ട് പറയുന്നല്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പച്ച കണ്ണുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ മിസ്റ്ററി തന്നെ. അപ്പൊ നല്ല റെസ്പോൺസുകൾ കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ഒരു ടീനേജറിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന പാരന്റ്സിനെ അവിടെ കാണിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആക്ച്വലി ട്വിസ്റ്റ് വന്നപ്പോഴാണ് ആകെ കിളി പോയി സത്യം. ഈ സ്വപ്നത്തില് ഹോണ്ട് ചെയ്യുന്ന പരിപാടി വിനായക്, ഞാൻ സ്ഥിരമായിട്ട് അത് ഞാൻ അനുഭവിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായില്ല എന്ന് സ്വപ്നം കാണും. അത് ശരിക്കും നടന്നില്ല. അത് അവസാനം എന്തെന്ന് അറിഞ്ഞൂടാ. ഇത് സ്ഥിരമാണ്, ഞാൻ സത്യമാണ് പറയുന്നത് കേട്ടോ. സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന സ്വപ്നമാണ്. ഞാൻ പിന്നെയും എന്നോട് തന്നെ ചോദിക്കുന്നത് എന്തിനാണ് ഈ സ്വപ്നം കാണുന്നത്? പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ കയ്യിലാണോ? അല്ലല്ലോ വിനായക്. അതല്ലേ ഈ കഥയുടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു എലിമെന്റ് അതാണല്ലോ. സ്വപ്നം ഒന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ സ്വപ്നം പോലെ ഒരു സീരീസ് ഉണ്ടാക്കിയില്ലേ സുമേഷ്? എന്താണ് അതിന്റെ എക്സ്പീരിയൻസ്? വളരെ നല്ല അനുഭവമായിരുന്നു. കാരണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇത്രയും രസമുള്ള ആർട്ടിസ്റ്റുകളെയും ഒക്കെ കിട്ടുമ്പോൾ പിന്നെ നല്ലൊരു കഥയും വരുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു രസമുള്ള ജേണിയാണ്. ആ ഫ്രാൻസിന്റെ വൈഫ് പേടിച്ചിട്ട് കാണാൻ പറ്റണില്ല എന്ന് പറയുന്നത്. അവസാനം പേടിയൊക്കെ പൊക്കോളും, കുഴപ്പമില്ലെന്ന്. അല്ല, അത്രമാത്രം ഹൊറൊന്നും ഇല്ല, കൂളായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന കഥയുള്ളൂ. സെറ്റില് സഞ്ജന വിളിച്ചിരുന്ന റോസ്ലിൻ എന്നാണോ? മധുമാമ എങ്ങനെയാണ് വിളിക്കുന്നത്? സോനാന്ന് വിളിക്കും. പിന്നെ അന്ന് ഞാൻ മധുമാമയുടെ അടുത്ത് താമസിക്കുന്ന സമയത്ത് ഞാൻ താഴേന്ന് വിളി കേട്ടില്ലെങ്കിൽ റോസു എന്ന് ഉറച്ചു വിളിച്ചാൽ ഒരു കാര്യം കൂടെ എടുത്തു പറയാണ്. എന്റെ കരിയറിന്റെ തുടക്ക സ്റ്റേജിലാണ് ഞാൻ ജയേന്ദ്ര സാറായിട്ട് വർക്ക് ചെയ്യുന്നത്, പുള്ളിക്കാരൻ സ്റ്റാർ എന്നുള്ള സിനിമയിലെ. അപ്പൊ ഒരു ട്യൂണ് കിട്ടിയാൽ എങ്ങനെ അത് ലിറിക് അപ്രോച്ച് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊരു എപ്പോഴും ഓർക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മെന്റർഷിപ്പാണ് എനിക്ക് അന്ന് കിട്ടിയത്. അതിനുശേഷം എന്റെ പാട്ടുകൾ ഇറങ്ങുമ്പോൾ, ഇപ്പൊ ആരാധികയെ പോലുള്ള പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ നേരിട്ട് വിളിച്ച് നന്നായിട്ട് അത് നമുക്ക് കിട്ടുന്ന കരിയർ കിട്ടുന്ന ഒരു ബൂസ്റ്റ് ചെറുതൊന്നുമല്ല. ജയചന്ദ്രൻ സാറിനെ പോലെ ഒരാൾ വിളിച്ചിട്ട് പാട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ. അപ്പോൾ താങ്ക് യു സാർ. അത് ഈ ഒരു അവസരത്തിൽ വീണ്ടും ഇനിയിപ്പോ പാട്ടെഴുത്താണോ സ്ക്രിപ്റ്റ് എഴുത്താണോ കൂടുതൽ? പാട്ടെഴുത്ത് തന്നെയാണ് നമ്മുടെ മെയിൻ ജോലി. പാട്ടെഴുതി മുമ്പോട്ട് പോകുന്നു. ഒരു ഡയറക്ടർ ആവാനും ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ നടക്കുമ്പോൾ നടക്കട്ടെ. കഥകൾ എഴുതുന്നുണ്ട് പാട്ടിന്റെ കൂടെ.